ഷൈജു ആന്റണി, ഇവിടെ സുപ്രീം കോടതി ഡയറക്റ്റീവ് വളരെ വ്യക്തമായി തന്നെ BV നാഗരത്തിനടക്കം ഒരു ഗേറ്റ് ലൈൻ ഇപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ വർഗീയ പ്രസ്താവന, ഉദ്ദേശ പ്രസ്താവന ഉണ്ടാവുകയാണെങ്കിൽ FIR പോലും വേണ്ട, അറസ്റ്റ് എന്നാണ് പറയുന്നത്. കടുത്ത നടപടി ഉണ്ടാവണം എന്ന് പറയുകയാണ് സുപ്രീം കോടതി. ഒന്നല്ല പലയാവർത്തി ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ഒരു മഹാൻ ഒന്നല്ല പലയാവർത്തി വെള്ളത്തിൽ തീ പിടിക്കുന്ന ഈ വൃത്തികെട്ട വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേരള പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഷൈജു ഒരിക്കൽ കണ്ടെത്തിയതാണ്, അന്ന് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ റെജി ലൂക്കോസ് പറയുന്ന പോലെ തൃക്കാക്കരയിൽ BJP അത് വോട്ടാക്കാൻ നോക്കിയതാണ്. അവരുടെ വോട്ട് 21,000-ൽ നിന്ന് കുത്തനെടിഞ്ഞത്ര 12,000 കിലോമീറ്റർ വോട്ട് ഇടിയാണ് BJPക്ക് ജോർജിനെ അവിടെ ഇറക്കിയത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ഷൈജു? ഹാഷ്മി, ഞാനൊരു കാര്യം പറയാം. ഈ PC ജോർജ് എന്ന് പറഞ്ഞാൽ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. കേരളത്തിൽ ഇതുപോലെ കേരളത്തിലുള്ള 3 മുന്നണികളിലും UDF-ലും LDF-ലും BJP-യിലും ഒരേപോലെ സജീവമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടുപിടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 10-35 കൊല്ലക്കാലം MLA ആയിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വെറുതെ ഒരു ഹെയ്റ്റ് സ്പീച്ച് പറയും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെയ്റ്റ് സ്പീച്ചിന് പുറകിൽ കൃത്യമായ അജണ്ട ഉണ്ടാകും. അദ്ദേഹം BJP-യുടെ കേരളത്തിലെ ഉപാധ്യക്ഷനാണ്. അങ്ങനെ ഉപാധ്യക്ഷനായിരിക്കുന്ന ഒരാൾ ഒരു ഹെയ്റ്റ് സ്പീച്ച് പറയുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. ഞാൻ അതിന് വളരെ സിമ്പിളായ ഒരു കണക്ക് പറയാം. BJP ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞ എന്റെ തെറ്റിദ്ധാരണ പറഞ്ഞാണ്. അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടില്ല എന്നിങ്ങനെ ഒരാൾ പറയുന്നുണ്ട്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തായാലും ഞാൻ പിൻവലിക്കുകയാണ്. BJP ഉപാധ്യക്ഷനാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഞാനത് ഹാഷ്മി പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, എന്തായാലും BJP അംഗമാണല്ലോ. ഞാൻ പറഞ്ഞത് ഒരൊറ്റ കാര്യം ഇങ്ങനെ ആലോചിക്കുക. 2023 മുതൽ 24 വരെ ഇന്ത്യയിലുണ്ടായിരുന്ന ഹെയ്റ്റ് സ്പീച്ചുകൾ, വിദ്വേഷ പ്രസംഗങ്ങളുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് 74.4%. വിദ്വേഷ പ്രസംഗങ്ങൾ, ഇന്ത്യയിലുണ്ടായ വിദ്വേഷ പ്രസംഗങ്ങളുടെ ഇൻക്രീസ് 74.4%. അതിൽ 98.5% ഹെയ്റ്റ് സ്പീച്ചസ് ഉണ്ടായിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ്. ഇത് ദ ഇന്ത്യൻ ഹെയ്റ്റ് ലാബ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് കിട്ടും. 79.9% ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തിയത് മുഴുവനും BJP-യുടെ നേതാക്കളാണ്. അങ്ങനെ BJP-യുടെ നേതാക്കൾ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയപ്പോൾ ഉത്തർപ്രദേശിൽ 242, മഹാരാഷ്ട്രയിൽ 210, മധ്യപ്രദേശിൽ 98. അങ്ങനെ അവർ ഈ സ്ഥലങ്ങളിൽ ഇത്രയും ഹെയ്റ്റ് സ്പീച്ചുകളാണ്, വിദ്വേഷ പ്രസംഗങ്ങളാണ് ഉണ്ടായത്. ദ ഹെയ്റ്റ് ലാബ് എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. പ്രൊഫസർ മാത്യു വില്യംസ് എന്ന് പറയുന്നയാളാണ് ദ സയൻസ് ഓഫ് ഹെയ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ്. BBC അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് വിദ്വേഷത്തിൻ്റെ പുറകിൽ, വിദ്വേഷ പ്രസംഗങ്ങൾ എങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങളായി മാറുന്നു എന്നതിനെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയതാണ്. അതിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ് ദ ഇന്ത്യൻ ഹെയ്റ്റ് ലാബ്. ഞാൻ പറഞ്ഞത് അതിനകത്തെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് വിദ്വേഷ പ്രസംഗങ്ങൾ ഇത്രമാത്രം ശക്തമായൊരു സംഭാവനയായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ അത് ബാധിച്ചു എന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി കണ്ടുപിടിച്ചിരിക്കുന്നു. അതവർക്ക് പൊളിറ്റിക്സിൽ ഗുണമുണ്ടാക്കി എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ആ ഹെയ്റ്റ് സ്പീച്ചുകൾ ഉണ്ടാക്കിയ ഓരോ സംസ്ഥാനങ്ങളുടെയും ഹെയ്റ്റ് സ്പീച്ചുകളുടെ കണക്കുകൾ എടുത്തിട്ട് ആ കണക്കുകളിൽ പിന്നീടുണ്ടായ ഇലക്ഷനിയറിങ്ങിൽ അത് എങ്ങനെ ബാധിച്ചു എന്നവർ വളരെ കൃത്യമായി ആസൂത്രിതമായി മനസ്സിലാക്കിയിരിക്കുന്നു. ദ ഹെയ്റ്റ് ലാബ് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമൂഹവും വിദ്വേഷ പ്രചാരണത്തിനെതിരല്ല. ഇന്ത്യയിൽ അത് ക്രിസ്ത്യാനിയും മുസ്ലിമുമാണെങ്കിൽ ബംഗ്ലാദേശിൽ അത് ഹിന്ദുവാണ്, മറ്റൊരു സ്ഥലത്ത് സിഖാണ്, മറ്റൊരു സ്ഥലത്ത് വേറെ വല്ലവരുമാണ്, അല്ലെങ്കിൽ ജൂതന്മാരാണ്. അങ്ങനെ ഒരു സമുദായവും ഹെയ്റ്റ് സ്പീച്ചിനെതിരല്ല. ലോകമെമ്പാടും ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഹെയ്റ്റ് സ്പീച്ചുകൾ പ്രസക്തമല്ലാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്, ചില സമൂഹങ്ങളുണ്ട്. അത്തരമൊരു സമൂഹമാണ് കേരളം. ആ സമൂഹത്തിനകത്ത് വളരെ ആസൂത്രിതമായി ഒരു വിദ്വേഷ പ്രസംഗം നടത്തുകയും ആ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പുറകെ പിന്നീട് ചില അടുത്ത മതനേതാക്കളെ കൊണ്ട് ആദ്യം പറയിപ്പിക്കുക,
അതിനുശേഷം രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുക, അതിനുശേഷം ചില സാംസ്കാരിക നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുക. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ദ ഹെയ്റ്റ് ലാബ് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഡീ ഇൻഡിവിജ്വലൈസേഷൻ എന്നാണ്, ഡീ ഹ്യൂമനൈസേഷൻ എന്നാണ്. ഡീ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയെ ബാധിക്കുന്നതല്ല, ഒരു സമൂഹത്തെ അപ്പാടെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കും. മനുഷ്യൻ്റെ മനസ്സ്, ഈ ക്രിമിനോളജിസ്റ്റ് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങനെ പ്രേരിപ്പിക്കും, ഒരു സമൂഹത്തെ അപ്പാടെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കും. ഡീ ഇൻഡിവിജ്വലൈസേഷനാണ്, ഡീ ഹ്യൂമനൈസേഷനാണ്. ഇവർ മനുഷ്യർ പോലുമല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ഓരോ മനുഷ്യരുടെയും മനസാക്ഷിയെ ബാധിക്കും. അങ്ങനെ ബാധിക്കുന്ന ഒരു സമയത്ത് ഇത്രമേൽ പക്വത കാണിക്കേണ്ട ഒരു MLA ആയിരുന്ന ഒരാൾ, ഇത്ര സജീവ രാഷ്ട്രീയത്തിൽ ഇത്രമേൽ പക്വത കാണിക്കേണ്ട ഒരാൾ അത്തരമൊരു പ്രവർത്തനത്തിന് മുതിർന്നു എന്നുണ്ടെങ്കിൽ, അതിനെ കോടതി ശരിവച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ മാതൃക കാണിക്കേണ്ടതാണ് ഈ സർക്കാർ. അതിനകത്തൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിന് വീണ്ടും അപ്പക്സ് കോർട്ടിൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ പോകാനായിട്ട് അവസരം നമ്മൾ കൊടുക്കുന്നത്? നമ്മളെന്തിനാണ് അവസരം കൊടുക്കുന്നത്? ഈ കോടതി വിധി എഴുതിയപ്പോൾ തന്നെ ഞാൻ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് ഒരു മോശമായ ചിന്ത നൽകും, അല്ലെങ്കിൽ സന്ദേശം നൽകും എന്ന് കോടതി എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമായി ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകണമെന്ന കോടതിയുടെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ്. അത്ര കൃത്യമായി കോടതി അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് അറസ്റ്റ് ചെയ്യണമായിരുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിന് വക്കീലന്മാരെ വയ്ക്കാമെന്നുണ്ടെങ്കിൽ PC ജോർജിനും വക്കീലന്മാരെ വയ്ക്കാം. PC ജോർജ് അതൊക്കെ വളരെ കൃത്യമായി മാനേജ് ചെയ്തോളൂ. പക്ഷേ നിയമം നടപ്പാക്കണമായിരുന്നു. PC ജോർജ് ചിലപ്പോൾ ഇന്ന് തന്നെ ജാമ്യം നേടി തിരിച്ചു വരുമായിരിക്കും, വന്നോട്ടെ. പക്ഷെ നിയമം നടപ്പാക്കണമല്ലോ. വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആഴം, അത് വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും എന്ന ബോധം നമ്മൾ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുണ്ടാകണം. അതിനകത്ത് മുസ്ലിം വേറെ ക്രിസ്ത്യാനി വേറെ എന്നൊന്നുമില്ല. അതെല്ലാവർക്കും ബാധകമാകുന്ന ഒരു സാധനമാണ്. തീവ്രവാദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തീവ്രവാദം ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മാത്രമാണ്. ഡീ ഇൻഡിവിജ്വലൈസേഷൻ നടത്തുന്ന ഒരു സാഹചര്യം ഈ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അത് ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ കെന്നഡി കരിമികാല ചെയ്യുന്നത് എന്താണ്? കെന്നഡി കരിമികാല ചെയ്യുന്നത് ഇതാണ്, ഡീ ഇൻഡിവിജ്വലൈസേഷൻ. ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യർ മുഴുവനും എല്ലാവരും ഇങ്ങനെയാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. അത്തരം ശ്രമങ്ങളെ കേരളം കൃത്യമായി അടിച്ചൊതുക്കേണ്ടതുണ്ട്. അത് അടിച്ചൊതുക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അത് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന ഡീപ്ലി ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഡീപ്ലി ഹ്യൂമൻ എന്നാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര്. BBC-യുടെ ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററി ഒന്ന് കണ്ടു നോക്കണം. ആ ഡോക്യുമെൻ്ററിയുടെ അകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ പല സ്ഥലങ്ങളിലും വലിയ കലാപങ്ങളായി മാറിയിരിക്കുന്നത്. ഒരു കലാപം പോലും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രത്തിൽ കലാപം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് പൊടുന്നനവേ ഒരു സ്ഥലത്ത് കലാപം ഉണ്ടാകുന്നു. ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്നത് അവർ ഡീഹ്യൂമനൈസ് ചെയ്ത്, അവർ ഹ്യൂമൻസ് പോലും അല്ലാത്ത തരത്തിൽ അവരെ കാണണമെന്ന് ഒരു വിഭാഗം തീരുമാനിക്കുന്നു. എങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നു? അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, റൂട്ട് കോസ് എന്ന് പറയുന്നത് വെറുപ്പാണ്. ഈ വെറുപ്പിന്റെ വർത്തമാനങ്ങളാണ്. അതുകൊണ്ടാണ് നാടിന്റെ സമാധാനം തകർക്കുന്നതാണാവുക എന്നുണ്ടാവുന്നത്. മാത്രമല്ല, അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു സമാധാനം തകരുന്നൊരു നാട്ടിൽ ഏത് തരത്തിലുള്ള ഫ്ലറിഷ്മെന്റ് ആണ് ഉണ്ടാവുക? ശ്രീ ഷൈജു ആന്റണി, ഏത് തരത്തിൽ ആരാണ് ഇവിടെ നിക്ഷേപം ഉണ്ടാക്കാൻ വരിക? ആരാണ് ഇപ്പോൾ ഇവിടെ നിക്ഷേപം ഉണ്ടാക്കിയാൽ ആർക്കാണ് അതിന്റെ ഗുണമുണ്ട്? നാട് മൊത്തം കുട്ടിച്ചോറാക്കാൻ ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെട്ട ഇവിടെ എന്ത് പർദീസം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ?